പ്രിയപ്പെട്ടവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം തെറിയെക്കുറിച്ചാണ്. തെറി ജീവിതത്തിൽ ഉപയോഗിക്കാത്തവരും അല്ലെങ്കിൽ തെറി വിളി കേൾക്കാത്തവരുമായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് തെറി വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? സ്വയം പരിശോധിച്ചാൽ മതി. നമ്മൾ തെറി വിളിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ചീത്ത വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മൾ വെർബൽ അബ്യൂസ് എന്ന് പറയും, നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ തെറിയുടെ പിന്നിലെ മനഃശാസ്ത്രം? മലയാളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുമാണ് തെറികൾ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഭാഷയുണ്ടായ കാലത്ത് തന്നെ ലോകത്തിൽ തെറികളും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഈ നമുക്ക് ശകാരിക്കുക എന്ന തെറിക്കുക എന്ന് പറയാറുണ്ട് നമ്മൾ ആധുനികമായ രീതിയിൽ. ശകാരം, ഭർസിക്കുക, പഴി പറയുക, ശ്ലീലം പറയുക എന്നിങ്ങനെ നിരവധി പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും പൊതുവായി തെറി വിളിക്കുന്നത് മോശമായിട്ട് തന്നെയാണ് നമ്മുടെ സമൂഹം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആർക്കും തന്നെ ഈ തെറി വിളിക്കുന്നവരെ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നമ്മൾ മറ്റുള്ള ആളുകളെ തെറി വിളിക്കുന്നത് പലപ്പോഴും നീതീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് കണക്കാക്കാറുണ്ട് നമ്മൾ. അവന് തെറിയുടെ കുറവുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയാതെയെങ്കിലും പറയാറുണ്ട്. ഇവിടെ ഈ തെറി എന്ന് പറയുന്നത്, ഇന്നിപ്പോ ഒരാള് എന്നോട് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ, ഞാനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിരാശ സംഭവിക്കുമ്പോഴൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു തെറിപ്പദം മാറിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഏതാണെന്ന്. അതൊരു കോമൺ ആയിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ തെറി ഇന്ന് മാറിയിട്ടുണ്ട്. തെറിക്കും ഒരു പരിണാമമുണ്ട്. പഴയ കാലങ്ങളിൽ നിന്ന് ഏബ്യൻ, മൊശകോടൻ, ചുംബൻ എന്നൊക്കെ പറയുന്ന തെറികളിൽ നിന്ന് തെറി ഇന്നത്തെ ആധുനികമായ രീതിയിലേക്ക് PDF-ൽ പുതിയ നിരവധി പദങ്ങളാൽ സമ്പുഷ്ടീകരിച്ചിട്ട് നമ്മുടെ യുവജനത തെറിയെ മാറ്റിയിട്ടുണ്ട്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തെറി വിളിക്കായിട്ട് ഗ്രൂപ്പുകളും പോർവിളി മുഴക്കുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പുറകിലെ മനഃശാസ്ത്രം? തീർച്ചയായിട്ടും ഫ്രോയിഡിൻ്റെ കാലം മുതൽ തന്നെ എന്തുകൊണ്ടാണ് മറ്റു മനുഷ്യരെ തെറി വിളിക്കുന്നത് എന്ന് പഠനം നടത്തിയിട്ടുണ്ട്. നിരവധി മനഃശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ടുണ്ട്. ഫ്രോയിഡിൻ്റെ പ്രസിദ്ധമായ ഈഗോയിഡ് എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഇതിനെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം. പിന്നീട് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പലപ്പോഴും വൈകാരിക വിക്ഷോഭത്തെ പ്രകടിപ്പിക്കുക എന്ന രീതിയിൽ തെറി ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാനസിക ആരോഗ്യം കുറവുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ലൈംഗികമായ ബഹിർഗമനം എന്ന് പറയും. അടക്കിപ്പിടിക്കുന്ന ലൈംഗികതയുടെ ബഹിർഗമനമായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ബാത്റൂമുകളിൽ, തീവണ്ടിയുടെ റൂമുകളിലൊക്കെ നമ്മൾ തെറികൾ എഴുതി വെക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിലൊക്കെയുള്ള ഒരു രീതികൾ നമ്മുടെ ഇടയിൽ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ വേറൊരാളെ തെറി പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗോത്രീയമായ മനോഭാവം വിട്ടുപോയിട്ടില്ല മനുഷ്യർക്ക്. ആ ഗോത്രത്തിൻ്റെ രീതികളുണ്ട്. അധികാരം സ്ഥാപിക്കുക എന്ന സ്വഭാവം മനുഷ്യരുടെ ഉള്ളിലുണ്ട്. മറ്റവനേക്കാൾ ഉയർന്നു നിൽക്കുക എന്നത് തന്നെയാണ്. ഞാൻ അവനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഗോത്രീയ രീതി തന്നെയാണ് ഇഷ്ടമില്ലാത്തവരെ തെറി പറയുന്ന രീതിയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഒരാളെ ഞാൻ തെറി വിളിക്കുമ്പോൾ അയാളെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഉദ്ദേശം. ഞാൻ പറയുന്ന വാക്കുകൾ കൊണ്ട് അയാൾക്ക് അപകീർത്തി ഉണ്ടായി. രണ്ടാമതായിട്ട് അയാളിൽ ഒരു അപമാനബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നീട്
അയാളുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരുത്തുക, അയാളുടെ പ്രവൃത്തി തെറ്റാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക, അയാളെക്കാൾ ഉയർന്നു നിൽക്കുന്നു, നീ തെറ്റ് ചെയ്തു, ഞാൻ ആണ് ശരി, നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ ഈ വാക്കുകളെ കൊണ്ട് അബ്യൂസ് ചെയ്യുന്നതാണ്. വാക്കുകളും ഇന്ന് വിരലുകളിലെ ആംഗ്യങ്ങൾ പോലും തെറികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ തന്നെയാണ് തെറി വാക്കുകൾ ഉണ്ടാക്കിയതും ഇത് തെറിയാണ് എന്നത് നമ്മൾ തന്നെയാണ് തെറി നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് അപമാനം ഉണ്ടാവാറുണ്ട്. നമ്മളെ ഇത് ബാധിക്കുമ്പോഴാണ് ഈ അപമാനം ഉണ്ടാവുക. ഇത് ഈ തെറി വിളിക്കാത്ത ആളുകൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ചെറുപ്പത്തിൽ അവരെ വളർച്ചയുടെ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകാതെ ഉണ്ടെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ പഠന കാലഘട്ടങ്ങളിൽ, പിന്നീട് ജോലി ചെയ്യുന്ന സ്ഥലം, ഇവിടങ്ങളിലെ സാമൂഹ്യപരമായ ആ ഇടപെടൽ കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിൽ തെറി പറയാത്തവരുണ്ടാവില്ല. പലപ്പോഴും തെറി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതിന് കാരണം അവരുടെ ഉള്ളിലെ ഭയമായിരിക്കും. പക്ഷെ നമുക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം, നമുക്കിഷ്ടമില്ലാത്ത ആളുകൾ, നമുക്കിഷ്ടമില്ലാത്ത അഭിപ്രായം പറഞ്ഞവർ, കോമാളിത്തരം കാണിക്കുന്നവർ എന്ന് നമ്മൾ കരുതുന്നവർ, അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് തെറി വിളിക്കുന്ന അത് കാണുമ്പോൾ അവർക്ക് നല്ലവണ്ണം കിട്ടി എന്ന് അഭിപ്രായ പ്രകടനം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ, പരസ്യമായിട്ട് നമ്മൾ തെറി വിളിക്കുന്നില്ലെങ്കിലും നമുക്കിത് കണ്ടിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സുഖം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെറിയെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നതാണ്. അപ്പോൾ മറ്റൊരാളുടെ വൈകാരിക വിക്ഷോഭത്തിൽ നമുക്കുണ്ടാകുന്ന ആനന്ദം, ഇത് സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത് ഈ തെറി കേൾക്കുന്ന ആളുകളെ വല്ലാത്ത ട്രോമയിലേക്ക് നയിക്കുന്നുണ്ട്. ഇത് വിളിക്കുന്ന ആളെക്കാൾ എതിരെ നിൽക്കുന്ന ആളെ തകർക്കുന്ന ഒന്നായിട്ട് ഇവിടെ തെറി മാറിയത് കൊണ്ടാണ് ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് ഇതിനെ പരിഗണിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ തെറി വിളിക്കുന്ന ഒരാളാണെന്ന് കരുതുക, നമ്മളിലും പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ മനസ്സിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. എന്താണ് ഉണ്ടാവുക? കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്കറിയാം. സാമൂഹിക നീതിക്ക് ചേരുന്ന പ്രവൃത്തിയല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അരക്ഷിതാവസ്ഥ കാരണം അവരെന്ത് നമ്മളോട് ചെയ്യുമെന്നുള്ള ഭയം നമുക്കുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും തിരിച്ച് നമുക്കൊരു പ്രശ്നമുണ്ടാവും. പലപ്പോഴും അത് കായികപരമായിട്ട് നേരിടുന്ന ആളുകളുണ്ടാവും. അപ്പം അതിനെക്കുറിച്ചുള്ള ഭയം, അപ്പം നമുക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഇതൊരു ഗ്രൂപ്പ് ചേരുകയും ഇത് സാമൂഹ്യ വിരുദ്ധരായ സംഘങ്ങളിൽ നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത നമുക്കുണ്ടാക്കും. പിന്നീട് നമുക്കറിയാം, സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളിലും മറ്റ് ക്രിമിനൽ പ്രവർത്തികളിലും ഏർപ്പെട്ട് നമ്മുടെ ജീവിതം തന്നെ നശിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ഈ ഗ്രൂപ്പ് ചേർന്ന തെറിവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ അതിൽ എന്തൊക്കെയോ വലിയ നേട്ടമാണ് എന്ന് നമ്മൾ കരുതുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മാനസികാരോഗ്യം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരെ നമ്മൾ തെറി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. അത് പ്രത്യേകിച്ച് അധികരിച്ചു പോവുക, എല്ലാത്തിനെയും തെറി പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വഭാവത്തിൽ അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു കുഴപ്പം നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മാനസികാരോഗ്യം തീർച്ചയായിട്ടും തകരാറിലാണ്. നമുക്ക് നമ്മളെ പരിശോധിക്കാൻ പറ്റാറില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റിനാണ് നമ്മൾ പ്രതികരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു കുഴപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ല. ഇത് തെറ്റാണ് എന്ന ബോധ്യമുണ്ട്. ഒരു സൈഡിൽ കൂടെ നമ്മൾ നീതീകരിക്കുന്ന രീതിയിലാണ് തെറി പറഞ്ഞത് എന്ന് പറയുമ്പോഴും അടക്കി വെക്കാൻ പറ്റാത്ത അമിതമായ വികാര വിക്ഷോഭം നമ്മുടെ സ്വഭാവ വൈകൃതങ്ങളെ വളർത്തുകയും നമ്മളെ ഡിപ്രഷനിലേക്ക്, നമ്മുടെ ജോലിയിൽ നിന്നുള്ള ശ്രദ്ധ പോലും നമുക്ക് നശിപ്പിക്കും. നമ്മളെ ലഹരി ഉപയോഗത്തിന് വരെ ഇതൊരു കാരണമായി തീരും. അപ്പോൾ ഞാൻ തെറി വിളിക്കുന്ന ഒരാളാണ്, എനിക്ക് അത്തരത്തിലൊരു സ്വഭാവ വൈകൃതം വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നിരാശപ്പെടേണ്ട കാര്യമില്ല, സ്വയം സഹതാപം ഉണ്ടാവേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മാറാനായിട്ട് പറ്റും. എന്താണ് അതിൻ്റെ ഒരു രീതി? നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരെ തീർച്ചയായിട്ടും സമീപിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നമ്മുടെ വെൽവിഷറായ, ഈ തെറികളൊന്നും വിളിക്കാത്ത ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി, ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു സുഹൃത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിന്ന് മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ചേർന്നുകൊണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലായ വ്യക്തിയുടെ കൂടെ ചേർത്തിനും ഈ ഒരു തെറാപ്പി ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനം, എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് എന്താ പറയുക, തെറി വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതെൻ്റെ സ്വഭാവത്തിന് വല്ലാത്ത ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ ഞാനത് ഈ സുഹൃത്തിനോട് തുറന്നു പറയുകയും
മാറാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വരികയും ചെയ്യും. പിന്നീട് ഓരോ ദിവസവും ഇന്നത്തെ ഒരു ദിവസം എന്ന രീതിയിൽ ഞാൻ ഈ ഒരു പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്നോട് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഒരു ദിവസം ഞാൻ ആരെയും തെറി വിളിക്കില്ല. ഏതൊരു സാഹചര്യം ഉണ്ടായാലും ഞാൻ അവിടെ തെറിവാക്കുകൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ദിവസത്തിൽ നമ്മുടെ സുഹൃത്തുമായിട്ട് നമുക്ക് ഇതിൻ്റെ പുരോഗതികൾ ചർച്ച ചെയ്യാൻ പറ്റും. നമ്മുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളിലേക്ക് തിരിക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് തന്നെ സ്വയം നല്ലവരായിരിക്കേണ്ട ആവശ്യകത നമ്മളെ ബോധിപ്പിക്കുകയാണ്. ജീവിക്കുകയാണ് നമ്മൾ, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടാണ്. മറ്റുള്ളവർക്കും നമുക്കും ഒരേപോലെയാണ് സമൂഹത്തിലെ സ്ഥാനം. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ കൂടി സംരക്ഷിക്കുന്നതിൻ്റെ തുല്യമാണ് എന്നുള്ള ബോധ്യമുണ്ട്. അപ്പം അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും രാത്രി ഇതിൻ്റെ പുരോഗതി ഞാൻ വിലയിരുത്തും. സ്ലിപ്പുകൾ സംഭവിക്കാതെ, വീണ്ടും ഉണ്ടാകുന്ന വീഴ്ചകളില്ലാതെ. ഇന്ന് ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല, ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, തെറിവാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അഥവാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയില്ല. എത്രത്തോളം പുരോഗതി ഉണ്ട് ഇതാരെയും ബോധിപ്പിക്കാനല്ല, എനിക്ക് മാറാനാണ്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മൾ നിരന്തരമായിട്ട് ഈ ഒരു തെറാപ്പി ചെയ്യുന്നതിലൂടെ വലിയ മാറ്റം ഉണ്ടാവും. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറുകയും നമുക്ക് നമ്മളോട് തന്നെ സ്വയം മതിപ്പുണ്ടാവുകയും ചെയ്യും. അത് വളരെയധികം ഡോപ്പമിൻ, ഈ തെറിവിളിയേക്കാളൊക്കെ എത്രയോ നല്ല ഡോപ്പമിൻ. സ്വയം നല്ലവരായിരിക്കുക എന്നത് നമ്മളുടെ ആവശ്യമാണ്, മറ്റു സമൂഹജീവിയായ നമ്മൾ ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യം കടന്നു വരികയും അതിൻ്റെതായ സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് നിർവചിക്കാൻ പറ്റുന്നല്ല. നമ്മുടെ ഒരു ദുസ്വഭാവം മാറ്റി നമ്മൾ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ സന്തോഷം നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിന് നമുക്ക് ശരിക്കും സ്വയം തുടങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കേട്ട എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.